സംസ്ഥാന അധ്യക്ഷൻ വേദിയിലുണ്ട്, മറ്റു മന്ത്രിമാരും ഒക്കെ ഇവിടെ സദസ്സിലുമാണ്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ പ്രോട്ടോകോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്കാർക്കും വ്യക്തമല്ല, മലയാളിക്കും വ്യക്തമല്ല, രാജ്യത്തിൽ ആർക്കും വ്യക്തമല്ല. BJP ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അതും BJP ഒറ്റക്കല്ല, ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് പരിപാടിയാണ്, കേരള ഗവൺമെന്റാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പാർട്ടിയുടെ മാത്രം വക്താവിനെ സ്റ്റേജിലേക്ക് ഇരുത്തുക ഔദ്യോഗികമല്ലാതെ എന്നുള്ള നിലപാട് സ്വീകരിച്ച ജനാധിപത്യ വിരുദ്ധമാണ്. നേട്ടമാകുന്നുണ്ട് BJP ഉദ്ദേശിക്കുന്നവരുമല്ല. എന്ത് നേട്ടമാകും? ഒരു നേട്ടം ഉണ്ടാവില്ല. നേട്ടം മാത്രമല്ല, മൈനസാണ്, നെഗറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവാകാനാണ് സാധ്യതയുള്ളൂ, അതിന്റെ പോസിറ്റീവാകാനൊന്നും ഒരു സാധ്യതയില്ല. ഞങ്ങളിപ്പോൾ ആരെങ്കിലും അവിടെ ഇരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ പറയുമ്പോൾ പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഒരു സ്ഥാനം എവിടെയില്ലെങ്കിലും ഞങ്ങൾ ആ പരിപാടിക്ക് പങ്കെടുക്കേണ്ടത് കേരളത്തിന്റെ ഒരു അഭിമാന മുഹൂർത്തം ജനങ്ങളാകെ ആഹ്ലാദകരമായ രീതിയിൽ കാണുന്ന ഒരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി വരുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു നാട്, അവിടെ സ്വാഭാവികമായിട്ട് ഈ പരിപാടി ഞങ്ങളെല്ലാം പങ്കെടുക്കുമെന്ന് ഞാൻ പറയുണ്ടായി. അവിടെ ഇരിപ്പിടം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഉണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിന്റെ ഭാവിയാണ്, ജനങ്ങളുടെ ജീവിതത്തിന്റെ വളരെ ഏറെ മെച്ചപ്പെടലാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പുതിയ കേരളം, നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ കാണുന്നത്.